ഹലോ ഇക്ക, ഞാനൊരു 10 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ. കുറേ ദിവസമായില്ലേ. ഉമ്മ ഒരേ വിളി, വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഒന്ന് പോയിട്ട് വരാം. ശരി, ഞാൻ ഉമ്മ അടുത്ത് ചോദിച്ചിട്ട് പോവാം. ശരി, ഓക്കെ. ഉമ്മ അടുത്ത് പോയി ചോദിക്കാം. ഉമ്മ, ഞാൻ ഇക്കായെ വിളിച്ച് ചോദിച്ചായിരുന്നു വീട്ടിൽ പോണ കാര്യം. ഉമ്മ അടുത്ത് ചോദിച്ചിട്ട് പോവാൻ പറഞ്ഞു. ഞാനൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ ഉമ്മ. നീ അവനെ വിളിച്ചല്ലേ? ഒരു കാര്യം ചെയ്, 10 ദിവസം ഒന്നും പറ്റൂല. ഒരു 2 ദിവസം പോയി നിന്നിട്ട് ഷടാന്ന് വേഗം വീട്ടിലോട്ട് വരണം കേട്ടല്ല. എനിക്ക് പോയിട്ട് വരി. ശരി ഉമ്മ, ഞാൻ പോയി റെഡി ആവട്ടെ. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരും. അതുകൊണ്ട് ഒരു പണി ചെയ്യാൻ വയ്യ. ആ പെണ്ണിങ്ങ് വന്നെങ്കിൽ ഇത് എന്തോന്ന് പണി. നിങ്ങൾക്ക് നടുവൊന്നും വയ്യാതെ മോളെ കൊണ്ട് തൂപ്പിച്ചൂടെ ഇതൊക്കെ? തോമതിയാ, ഇന്ന് തൊഴിലുറപ്പൊന്നും ഇല്ലായിരുന്നാ? ജോലിക്കൊന്നും പോയില്ലേ? പോയിട്ട് വരണേ. ജോലി പിന്നെ നമ്മള് ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണ്ടേ. അവിടെ ഒരു 10 ദിവസത്തേക്ക് വീട്ടിലോട്ട് പോയേക്കാണ്. കുറേ ദിവസം കൊണ്ട് ചോദിച്ചു, 2 ദിവസം പോയിട്ട് നിൽക്കട്ടെ ഉമ്മാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിട്ട് 10 ദിവസം നീ പോയി നിന്നിട്ട് വാന്ന് പറഞ്ഞു. ഇനി പോയിട്ടൊക്കെ വരട്ടെ, വന്നിട്ടൊക്കെ ബാക്കി പണിയൊക്കെ അവള് ചെയ്തോളൂ. എന്നാലും നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ ചെയ്യണ പണി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പൊ ശരി അമ്മ, ഞാൻ അങ്ങോട്ടൊന്നും പോട്ടെ. അപ്പുറത്ത് തങ്കമണി നിൽക്കുമെന്ന് പറഞ്ഞു. അവരുടെ അടുത്തൊന്ന് കണ്ട് സംസാരിക്കും. ശരി എങ്കിൽ ഞാൻ പോകും. അപ്പൊ പിന്നെ ശരി. നീ ഒരു കാര്യം അറിഞ്ഞാ? ഞാൻ ഇന്ന് അതുവഴി പോയപ്പോൾ നമ്മൾ പുലിസുമ്പി താത്താർ അവിടെ അവർ ഒറ്റയ്ക്ക് ഇന്ന് അങ്ങനെ നടുവിലും പിടിച്ചോണ്ട് മിറ്റോടിയോട് മിറ്റോടി. വെറുതെ ഒന്നും ചോദിച്ചു, നിങ്ങൾ മരുമോൾ അവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞ് 10 ദിവസത്തേക്ക് പോയേക്കണം, നമ്മളല്ലേ ഈ പണിയൊക്കെ ചെയ്യാവുള്ളൂ എന്നൊക്കെ കുറേ ഡയലോഗ്. എന്തായാലും എന്തെങ്കിലും ഇല്ലാതെ പെണ്ണങ്ങനെ വീട്ടിൽ പോകില്ല. അടിച്ച് പിരിഞ്ഞെന്നാണ് തോന്നുന്നത്. നിനക്കങ്ങനെ തോന്നുന്നില്ലേ? അപ്പൊ അതാണ് കാര്യം. ഞാനത് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നോക്കണം, അവിടെ ആളെ കാണാനില്ല. മറ്റേത് ആ പെണ്ണെല്ലാം മിറ്റടിക്കുകയും തൂതുവരെയും തുണി അഴയൊക്കെ ചെയ്യണം. കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ല. അപ്പോഴും എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഞാനേ ഒന്ന് അപ്പുറം വരെ ഒന്ന് പോയിട്ട് കേട്ടോ. എന്തായാലും ഒന്ന് എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണമല്ലോ. അല്ല മോള് വന്നാ? പിണങ്ങി പോയിട്ടത് ഇത്ര പെട്ടെന്ന് എന്ത് വന്നാ? ഞാൻ പിണങ്ങി പോയെന്നോ? ആര് പറഞ്ഞേ? ഞാൻ പിണങ്ങിയൊന്നല്ല പോയാ. ഞാൻ 10 ദിവസം പോയി നിക്കാൻ വേണ്ടി പോയത്. ഞാനന്ന് അവിടെ പോയപ്പോ ഉമ്മ ഒറ്റയ്ക്ക് ഇന്ന് തൂക്കണൊക്കെ ഉണ്ടായിരുന്നു. മോൻ കണ്ടിട്ട് ഒരു വിഷമം പോലെയൊക്കെ തോന്നി. ജോലി കൂടുതൽ എന്നൊക്കെ പറയണേട്ടോ. അപ്പൊ ഞാൻ കരുതി നിങ്ങള് തമ്മിൽ ഇനി അടിച്ച് പിരിஞ்சു പോയതായിരുന്നു. ഉമ്മ പറഞ്ഞോ? അങ്ങനെ ഉമ്മ പറയില്ല. ഞാൻ പിണങ്ങി അല്ലല്ലോ പോയത്. ആരാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഞാൻ പിണങ്ങിയാണ് പോയതെന്ന്? അത് കൊള്ളാം. ഞാൻ വീട്ടിൽ പോയൊന്ന് ചോദിക്കട്ടെ. ഈ മോളെ, എങ്കിൽ മാമി അങ്ങോട്ട് നടക്കട്ടെ ഏട്ടാ, ജോലിയുണ്ട്. തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ, ക്ഷീണിച്ച്. മോള് വന്നാ? ഉമ്മാക്ക് മാപ്പാക്ക് സുഖം തന്നെ? സുഖം തന്നെ. നോക്കും മാപ്പാക്ക്. എന്റെ മോഹം എന്തോ ഒരു വല്ലായ്മ. അവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ വന്നത്? അല്ല ഉമ്മ, നിങ്ങൾ ആ ഗോമതി ചേച്ചിയെ കണ്ടായിരുന്നോ? അവരുടെ അടുത്ത് ഞാൻ പിണങ്ങിപ്പോയെന്നാ പറഞ്ഞത്. അവരെന്നെ വഴിയിൽ വെച്ച് ചോദിച്ചായിരുന്നു, നീ എന്താ വെച്ചാൽ പിണങ്ങിപ്പോയല്ലോ, നിന്റെ ഉമ്മയുടെ മുഖം ഒരുമാതിരി ഇരുന്നല്ലോ, ഞാൻ അവിടെ വന്നല്ലോ എന്നൊക്കെ അവർ പറഞ്ഞു. ശരി തന്നെ ഇത്? ഞാൻ അവിടുത്തെ പിണങ്ങിയാണോ അമ്മ പോയത്? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവിടെ അവള് വന്നതോ അപ്പുറത്ത് നിന്നെ മിറ്റടിച്ചോണ്ട് നിന്നപ്പോ ഇവിടെ എന്തോ കൊച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ 10 ദിവസത്തേക്ക് പോയേക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൊ അത് ശരി. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നില്ലല്ലേ? കുശലം അന്വേഷിക്കാൻ വന്നതാണ്. ഞാൻ അടിയുണ്ടാക്കിയെന്ന് വരായി. ഈ നാട്ടില് മൊത്തം മറങ്ങേണ്ട നോക്കിയാണ് ഞാൻ ഇവിടുന്ന് വഴക്കുണ്ടാക്കി പോയിന്ന്. ഇങ്ങനത്തെ കുറെ കുശലാന്വേഷികള്, ഇതൊക്കെയാണ് ഈ വീടും നാടും ഒക്കെ നശിപ്പിക്കുന്നത്. ഇഴഞ്ഞു പോയാൽ പറന്നു പോയെന്ന് പറയും.
കുറെ ജനസേവകർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ. നാട് പോണൊരു പോക്കേ.